എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഓക്കെ, ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ടല്ലോ. കിഴിക്കാത്തിന്റെ കിഴിയിലേക്ക് പോവാം. യെസ്. എന്തിനോ സാറേ തുറന്നിട്ട് ഇത് വെറും കിഴിയല്ലേ? ഇത് മുഴുവൻ അനാഥരല്ലേ? ആ ശരിയാണ്. അപ്പൊ നമുക്ക് തുറന്നേക്കാം. അനാഥരായി കിടക്കണ്ട. ഒരിക്കലും അനാഥരാക്കി വിടാൻ പറ്റില്ല ഇവരൊന്നും. ഓക്കെ, കൈ നിറച്ച് കൊടുത്തോളന്നല്ലേ? കിട്ടുമ്പോ അങ്ങനെയാണ്, അവസരം കിട്ടിയാൽ കൊടുത്തോണം. ഫസ്റ്റ് വൺ 3 BHK OTT വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ശരത് കുമാർ, സിദ്ധാർത്ഥ്, പിന്നെ ദേവയാനി, ഇവരൊക്കെ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ്. സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓഗസ്റ്റ് 4 OTT. യെസ്, മോശമില്ലാത്ത അഭിപ്രായം ഉണ്ടായിരുന്നു, പക്ഷെ വേണ്ട വിധം വിജയിച്ചിട്ടില്ല. തിയേറ്ററിൽ അങ്ങോട്ട് അതന്നെ കണ്ടറിയാം. അഭിപ്രായം ശരിയായിരുന്നോ എന്നുള്ളത്. ശരിയാ, പറയുന്നത് അല്ലെ പുറത്ത് വരുന്നത് PR-ന്റെ പരിപാടിയാണെങ്കിലോ അല്ലേ, പറയാൻ പറ്റൂലല്ലോ. അടുത്തത് പള്ളിച്ചട്ടമ്പി. പള്ളിച്ചട്ടമ്പി. ഓ അടിപൊളി. ഖയാദു ലോഹർ ഒരു സ്റ്റില്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഖയാദു ലോഹർ, മുത്തുമണി, സൂപ്പർ ഉണ്ട് അല്ലേ? ആള് തകർക്കും. എന്തായാലും ഡിജോ ജോസ് ആൻ്റണി സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ ടോവിനോ തോമസിൻ്റെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി എന്നുള്ള രീതിയിൽ തന്നെ പറയാം. അത്യാവശ്യം പ്രതീക്ഷയുള്ള സിനിമയാണ്. ഓക്കെ ഓക്കെ. അടുത്തത് സുമതി വളവ്. അടിപൊളി ഫെസ്റ്റിവൽ സോങ് ഇന്ന് 6 മണിക്ക് പുറത്തു വരും. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 1. എത്ര സിനിമകളാണ്, ഒരുപാടാണ്. ജൂലൈ ശശിശങ്കറാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കേട്ടോ. സുമതി വളവ് കുറച്ചൊന്നും അല്ല, കുറേ ഉണ്ട്. ഇനി അങ്ങോട്ട് റിലീസുകളുടെ പെരുമഴ. സത്യം, ഓണം കഴിയുന്നോടം വരെ. അതെ അതെ. അടുത്തത് DNA സിനിമയുടെ OTT റിലീസ് ജൂലൈ 19, അതായത് നാളെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കേട്ടോ. അഥർവയും നിമിഷ സജയനും പ്രധാന വേഷത്തിലെത്തിയ സിനിമയായിരുന്നു കേട്ടോ. ഇതും മികച്ച അഭിപ്രായം കിട്ടിയിട്ടുള്ള സിനിമയായിരുന്നു, കണ്ടിട്ടില്ല. തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ടുമില്ല. യെസ്. അടുത്തത് ബൾട്ടി, നമ്മുടെ ഷെയ്ൻ നിഗം നായകനാവുന്ന സിനിമയാണ്. സായി അഭയങ്കർ മലയാളത്തിൽ ആദ്യമായി മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്ന സിനിമ. സിനിമ റിലീസിനെത്തുന്നത് ഓഗസ്റ്റ് 29. പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 29 ഉറപ്പിച്ചു. അപ്പോൾ 4 സിനിമകളാണ് നമ്മൾ ഓണത്തിന് പ്രതീക്ഷിക്കുന്നത്. 28-ന് ഹൃദയപൂർവ്വം, 28-ന് ലോക, 29-ന് ഓടും കുതിര ചാടും കുതിര. അതിൻ്റെ ഒരു കിഴി എപ്പിസോഡ് കിഴി ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ബൾട്ടി. ഇനി ഏതെങ്കിലും വരുമോന്ന് അറിഞ്ഞൂട്ടോ കേട്ടോ. അതെ, ഇനി ഇതിലേക്ക് അതിനുള്ളൊരുണ്ടോ? അത് ശരിയാണ്, അതോടെ തീരുന്നല്ലോ. അടുത്തത് പർദ്ദയല്ല, പറാദ. സിനിമയുടെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട് ഓഗസ്റ്റ് 22. നേരത്തെയാ. ഓക്കെ. അനുപമ പരമേശ്വരൻ, ദർശന, സംഗീത ഇവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. പ്രവീൺ കണ്ട്രകുള ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒറ്റക്കൊമ്പൻ SGയുടെ അടുത്ത സിനിമ. ഓ SG, അതിലെങ്കിലും തിരിച്ചു വരണേ അല്ലേ? നിങ്ങളുടെ പ്രൊപ്പഗണ്ട അല്ലാതെ അതിനകത്തൊരു പ്രൊപ്പഗണ്ടയും കാണിക്കാനില്ല. അതെ അതെ. അല്ല, അതുണ്ട്, പോലീസിനെതിരെ തന്നെയാണല്ലോ. പോലീസിനെതിരെ തന്നെ ആയിരിക്കും, പക്ഷെ അത് മനഃപൂർവ്വം ക്യാരക്ടറായിട്ട് ഓക്കെ, അല്ലാതെ പുറത്തുള്ള ക്യാരക്ടറായിട്ട് അത് മിക്സ് ചെയ്യുന്നത്. ഇത് അല്ല, ഒറ്റക്കൊമ്പനിൽ എന്താണെങ്കിലും അത് ക്യാരക്ടറായിട്ടുള്ള സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മറ്റുള്ള രീതിയിലൊന്നും വരാൻ ചാൻസ് ഇല്ല. അത് ഒരുപാട് കമൻസേ നമ്മൾ JSKന്റെ റിവ്യൂ ഇട്ടപ്പോൾ സിനിമയായിട്ട് കാണണമെന്ന്. അത് പറയാനുള്ള നിങ്ങളോടാ, കാണാത്തവരോട്, പിന്നെ ഇത് ചെയ്തു വെച്ചവരോടും സിനിമയായിട്ട് കാണണം. അല്ലാതെ ഞങ്ങൾ സിനിമയായിട്ട് കാണാറുള്ളൂ. ഞങ്ങൾ ഇതിന്റെ ട്രailer റിയാക്ഷൻ ചെയ്യാതിരുന്നുണ്ടോ, ടീസർ ചെയ്യാതിരുന്നുണ്ടോ, അതിന്റെ പോസ്റ്റർ ഞങ്ങൾ ഉൾപ്പെടുത്താതിരുന്നുണ്ടോ? ഇതിന്റെ ട്രെയിലർ കണ്ടിട്ട് ഏറ്റവും കൂടുതലും ആകാംക്ഷയോടെ കാത്തിരുന്ന ആൾക്കാരാണ് ഞങ്ങള്. ഒരിക്കലും ഞങ്ങൾ കരുതിയിട്ടില്ല ഇത് ഇങ്ങനത്തെ ഒരു സാധനം. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും ഇതിനകത്ത് പറയുണ്ടാവുന്നു, പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്തായിരുന്നു സിനിമ. അതെ, പറയുന്നത് വേറെയും വിളമ്പിച്ച് വേറെയും. അങ്ങനെയുണ്ട്, ആ രീതിയിലുള്ളൊരു സിനിമയാണത് JSK. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ടീം, അതായത് ഞാൻ ഉണ്ണി വ്ളോഗിന്റെ റിവ്യൂ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കമന്റ്സ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കമന്റ്, ഈ കമന്റ് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്തുണ്ടോ? നമ്മുടെ ഇതിലിട്ട അതേ കമന്റ്സ് എല്ലായിടത്തും കോപ്പി പേസ്റ്റ് ചെയ്യണേ. അടിപൊളി. അപ്പോൾ ഞാൻ എല്ലാവരുടെ റിവ്യൂ എടുത്ത് നോക്കി, ഏതാണ്ട് എല്ലായിടത്തും ഉണ്ട്. അതായത് ഒരേപോലത്തെ കുറേ കമന്റ്സ്. ഇതൊന്നും നാട്ടുകാർക്ക് അറിയില്ല എന്ന് കരുതിയിട്ടുള്ളത്. അത് മനഃപൂർവ്വം ആ ഒരു ടീമുണ്ട്, അതിനു വേണ്ടി ചെയ്യുന്നതാണ്, അത്രേ ഉള്ളൂ. എന്തായാലും ഒറ്റക്കൊമ്പൻ സിനിമയുടെ ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ജോണി ആൻ്റണിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ സ്പെഷ്യൽ ബർത്ത്ഡേ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഓക്കെ. ക്യാരക്ടർ ലുക്ക്
മാത്യു തോമസ് ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. യെസ്. അടുത്തത് കണ്ണപ്പ. സിനിമയുടെ OTT റിലീസ് വരികയാണ് ജൂലൈ 25 ആമസോൺ പ്രൈമിൽ. യാ ഓക്കെ. ഓക്കെ. എന്തായാലും സിനിമ വൻ അബദ്ധമായിരുന്നു. തിയേറ്ററിൽ കണ്ടിട്ട് ഞെട്ടിത്തരിച്ചു പോയതാ. പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ. ഓ, എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ആ മോന്തക്കിട്ട് ഇടിക്കുന്ന സീനുണ്ടല്ലോ. ആരുടെ? മറ്റേ കണ്ണപ്പേലേ. കണ്ണപ്പേലേതാ മോന്തർ? ശ്ശേ. ഫൈറ്റ് സീന്, അതായത് നടിക്ക് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ മത്സരിക്കും. അതന്നെ ആ സീൻ. ആ കോറ്റിട്ട് വരട്ടെ, രസമായിരിക്കും, ഗംഭീരമായിരിക്കും. ഓക്കെ. അടുത്ത കിഴി. ഓക്കെ. കരം. വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസന്റെ നെക്സ്റ്റ് മൂവിയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നോബിളാണ് നായകനായി എത്തുന്നത് കേട്ടോ. ഇതാ ഫസ്റ്റ് ലുക്ക് രക്ഷയില്ല കേട്ടോ. അടിപൊളി പോസ്റ്ററാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഗെയിം ചേഞ്ചറിന്റെ ഫസ്റ്റ് ലുക്കോ ബർത്ത്ഡേ പോസ്റ്ററോ എന്തോ ഇങ്ങനെയായിരുന്നു. മറ്റേ ഗണ്ണ് ഷൂട്ട് ചെയ്യുന്ന അടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടില്ല. അത് രണ്ടുപേരായിരുന്നു. ഇല്ല, ഒറ്റയാള്. അല്ലേ പുറകിൽ മറ്റേ ബർത്ത്ഡേ പോസ്റ്റർ. പക്ഷെ അതല്ല, ബോട്ടല്ല, ഗോട്ടിലുണ്ടായിരുന്നില്ലേ? അതല്ല പറഞ്ഞത്. അല്ലടാ, ഗെയിം ചേഞ്ചർ. ഗെയിം ചേഞ്ചർ പറഞ്ഞല്ലേ. എനിക്ക് ഗോട്ടാട്ടോ എന്റെ തലയിൽ ഓടിയത്. ഗോട്ടിലും ഉണ്ടായിരുന്നു ഇതേപോലെ തിരിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സാധനം. പക്ഷെ ഈ ഇതേപോലെ, അതായത് ഇതേ പോസിൽ ഇതേ രീതിയിലുള്ള ഒരു പോസ്റ്റർ വേറെ ഏതുണ്ട്. ഗെയിം ചേഞ്ചറിന്റെ അല്ലല്ലോ. ഗെയിം ചേഞ്ചറിന്റെ അല്ല. ഗെയിം ചേഞ്ചറിന്റെ ഇതുപോലെ വേറെ രീതി, വേറെ കുറച്ച് ആംഗിൾ ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. പക്ഷെ ഏതാണ്ടൊക്കെ അങ്ങനെ പറയാം. അടുത്തത് ഓടും കുതിര ചാടും കുതിര. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ. നമ്മുടെ കീഴിൽ ഒരുപാട് 2 ദിവസത്തെ പഴക്കമുള്ളതുണ്ട്. അയ്യോ, കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കീഴ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സിനിമയായിരുന്നു. അതെ. അതുകൊണ്ട് യെസ്. ഓക്കെ. എന്താണെങ്കിലും പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 29 സിനിമ റിലീസിന് എത്തുന്നത്. പോസ്റ്റർ അല്ല. യെസ്. അപ്പോൾ 2 നായികമാരുണ്ട് അല്ലേ? നമ്മുടെ അൽത്താഫ് സലീമാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്ത പ്രതീക്ഷയുള്ള സിനിമയാണ്. അമ്പൻ ക്ലാഷ്. ഓണത്തിന് വരുന്ന ഓണം റിലീസ് 4 സിനിമകളും പ്രതീക്ഷയുണ്ട്. അതെ അതെ. അതൊരു 4 രീതിയിൽ പ്രതീക്ഷിക്കുന്ന സിനിമ. അതെ. ഇതേ അടുത്തത് ഓണം റിലീസായിട്ട് എത്താൻ പോകുന്ന ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വം സിനിമയുടെ ഒഫീഷ്യൽ ടീസർ നാളെ 5 മണിക്ക്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി വരുന്ന സിനിമയാണ് കേട്ടോ. മാളവിക മോഹനാണ് നായിക. പക്ഷെ ടീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കണ്ട. ജസ്റ്റ് ഒരു ടീസർ ഒന്നുമില്ല. എന്തോ കുറഞ്ഞ സമയം എന്തോ ഒരു സാധനം വന്നല്ലായിരുന്നോ ഹൃദയപൂർവ്വത്തിന്റെ? നമ്മൾ എന്നിട്ട് പറയുകയും ചെയ്തില്ലേ ഇത്ര സെക്കൻഡ് ഉള്ളൂ എന്നൊക്കെ. ടീസർ വന്നിട്ടില്ലല്ലോ. എന്തായിരുന്നു പിന്നെ? അത് ഹൃദയപൂർവ്വത്തിന്റെ തന്നെ അല്ലേ? തുടരുമല്ല. അടുത്തത് സർവം മായ. സിനിമയുടെ പുതിയൊരു പോസ്റ്റർ വന്നിട്ടുണ്ട്. സത്യനന്ദിക്കാടിനെ പറയുമ്പോഴത്തേക്കും മകനും അഖിൽ സത്യൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. നിവിൻ പോളി, അജു വർഗീസ് പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ. അൽത്താഫും ഉണ്ടല്ലേ. ഇവരുടെ കോമ്പിനേഷൻ 15 വർഷമായി. അതിന്റെ അതും ശരിയാണല്ലോ അല്ലെ. ഇവര് ഒരുമിച്ച് 15 കൊല്ലമായി അല്ലേ? എന്തായാലും ഭയങ്കര രസമുള്ളൊരു നല്ല പോസ്റ്റർ കേട്ടോ. അത് ഭയങ്കര വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മറ്റേ പാലക്കാടൻ ഗ്രാമം അതൊരു സെറ്റപ്പാണ്. യെസ്. എന്തായാലും ഗോസ്റ്റ് സ്റ്റോറിയാണ് സിനിമ. എന്താവും എന്നുള്ളത് കണ്ടറിയാം. ഒരുപാട് നല്ല കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട് എന്നുള്ളതാണ് അഖിൽ സത്യൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. കാത്തിരിക്കാം. അടുത്തത് ഉണ്ണി മുകുന്ദൻ നെക്സ്റ്റ് വിത്ത് ജോഷി. ലെജൻഡ് ജോഷിയും ഉണ്ണി മുകുന്ദനും ഒരുമിക്കാൻ പോകുന്നു. പഞ്ചിങ് സൂൺ. യെസ്. ജോഷി ഉണ്ണി മുകുന്ദൻ പൊളി ടീമല്ലേ? പിന്നെന്താ. എന്താണെങ്കിലും ഓടി വന്നത് ഒരു ഗംഭീര ആക്ഷൻ പരിപാടി ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ് അവർ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ജോഷി ഉണ്ണി മുകുന്ദൻ ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രതീക്ഷ ജോഷി ഡയറക്ട് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും പ്രതീക്ഷയാണല്ലോ. നോക്കാം. എന്തായാലും 2 പേർക്കും ഒരു നല്ല സിനിമയും മാറട്ടെ അല്ലേ? ജോഷിക്കും അതുപോലെ ഉണ്ണി മുകുന്ദനും. അപ്പൊ എന്തായാലും കീഴ് എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.